മറ്റത്തൂരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള കിംവദന്തികളും വലിയ രീതിയിലുള്ള നെഗറ്റീവുകളും കേരളത്തിലെ മുഖ്യമന്ത്രി നാളിതുവരെയായി സ്വർണ്ണക്കൊള്ള തൊട്ട് ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും വാ തുറന്ന ആ നാവെടുത്തൊന്ന് വളയ്ക്കാത്ത മുഖ്യമന്ത്രി വരെ മറ്റത്തൂര് എന്ന് കേട്ടപ്പോഴേക്കും ചാടി ഇറങ്ങി വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട്. കുറെ നാളുകളായി നിലമ്പൂര് കഴിഞ്ഞപ്പോൾ മിണ്ടാത്ത ചില യൂട്യൂബർമാരും ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനം അറിയണം എന്താണ് മറ്റത്തൂരിൽ സംഭവിച്ചത്. മറ്റത്തൂരിൽ സംഭവിച്ചത് അവിടെ ഈ ചരിത്രത്തിൽ ആകെ 2 കൊല്ലമാണ് LDF ഇതര ഭരണം ഉണ്ടായിട്ടുള്ളൂ. അത് 2000 മുതൽ 2022 വരെയാണ്. 2000-ൽ UDF അധികാരം പിടിച്ചു. 2022-23 ആയപ്പോൾ അന്ന് ഉണ്ടായ ഗ്രൂപ്പ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് LDF കുറച്ച് UDF അംഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണം അട്ടിമറിക്കുന്ന അവസ്ഥയുണ്ടാക്കി. അന്നത്തെ ഗ്രൂപ്പ് വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം ഭരണം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ തവണ മറ്റത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ 24 അംഗ പഞ്ചായത്ത് സഭയാണുള്ളത്. അതിനകത്ത് 8 സീറ്റിൽ UDFന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ നിന്ന് ആളുകൾ ജയിച്ചു. 2 സീറ്റിൽ UDFന്റെ തന്നെ വിമതരായി മത്സരിച്ച എന്ന് പറഞ്ഞാൽ UDFന്റെ നേതാക്കന്മാരായി നേതൃത്വവുമായി പിണങ്ങി നിന്ന് വിമതരായി മത്സരിച്ച 2 പേരും ജയിച്ചു. അങ്ങനെ 10 പേര് UDFനുണ്ടായിരുന്നു, 10 പേര് LDFനുമുണ്ട്, 4 പേര് BJPക്കുമുണ്ട്. ഇങ്ങനെയാണ് 24 അംഗ സഭയിലെ അവസ്ഥ. ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ വിമതരായിട്ട് നിന്നവരെയും കൂടെ പിടിച്ചുകൊണ്ട് അബിൻ വർക്കി സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. വളരെ പക്വതയാർന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി അളന്നു മുറിച്ച് പഠിച്ച് അതിനെ അവതരിപ്പിക്കാനുള്ള കഴിവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ചർച്ച ഇത്തരത്തിൽ കോൺഗ്രസിന്റെ അബിൻ വർക്കി, അങ്ങനെ രാജു പി നായർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, നിജേഷ്, വസന്ത്, അങ്ങനെ ഒരുപാട് ആളുകൾ. നമ്മൾ ഇപ്പൊ എല്ലാവരെയും പേരെടുത്തൊന്നും പറയുന്നില്ല. ഒരു വലിയ സമൂഹത്തെ അല്ലെങ്കിൽ വലിയ ഒരു സംഘത്തെ വളർത്തിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇവരൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ചാനൽ ചർച്ചകളിൽ വളരെ വ്യക്തവും കൃത്യവും അതോടൊപ്പം വായടപ്പൻ മറുപടികളും നൽകുമ്പോൾ ഓർക്കുന്നത് മറ്റൊരു വ്യക്തിയെയാണ്. ഞാനിപ്പോ ഈ പറയുന്ന മറ്റത്തൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് അവിടെ പഞ്ചായത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ സംസാരിക്കുന്നത് കാണുമ്പോൾ വലിയ ചാരിതാർത്ഥ്യമുണ്ട്, വലിയ അഭിമാനമുണ്ട്. ആ അഭിമാനത്തിനപ്പുറം ഒരു ചെറിയ സങ്കടം കൂടി അവിടെ ഉണ്ട്. എന്താണ്? ഒരു ഘട്ടത്തില് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കാന്, കോൺഗ്രസിന്റെ ന്യായങ്ങൾ പറയാൻ, പാർട്ടിയെ പ്രതിരോധിക്കാൻ ആളുകളില്ലാതിരുന്ന ഒരു അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടിയുടെ ഉദയം ഉണ്ടാകുന്നത്. അല്ലേ? രാഹുലിനെ നമ്മൾ കണ്ടതും രാഹുലിനെ നമ്മൾ കേട്ടതും രാഹുലിനെ നമ്മൾ അറിഞ്ഞതും ചാനൽ ചർച്ചകളിലൂടെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അയാളുടെ ഒരു വലിയ ഉയർച്ചയായിരുന്നു. ആ ഉയർച്ച എന്ന് പറയുന്നത് വലിയ ശരവേഗത്തിലുള്ള പായലായിരുന്നു. അല്ലേ? ചാനൽ ചർച്ചകളിൽ അയാളുടെ മുന്നിൽ വന്നിരുന്നവർ, അയാൾക്ക് എതിരായി പറയുന്നവർ, ഇവരൊക്കെ തല കുനിച്ചിട്ടല്ലാതെ ആ ചാനൽ ചർച്ചകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എഴുന്നേറ്റ് പോകാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അത്രയേറെ കൃത്യതയായിരുന്നു വാക്കുകൾ. സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി പറയാനുള്ള കഴിവും അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. ഇന്നിപ്പോ പല ചർച്ചകളിലും നമ്മൾ കോൺഗ്രസിന്റെ പ്രതിനിധികൾ കത്തിക്കയറുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു പടി കൂടി കടന്ന് രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ നടന്ന ആക്രമണങ്ങൾ അത്രയും വളരെ വെൽ പ്ലാൻഡ് ആവാനുണ്ടായിരുന്ന കാരണം. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം, രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടം, രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളും ഈ അതേ സമയം തന്നെയാണ് CPMന്റെ മുൻ MLA ഈ പറയുന്ന TP കുഞ്ഞിമുഹമ്മദിനെതിരെ ഒരു ആരോപണം ഉയരുന്നത്. അതിലുള്ള അന്വേഷണവും ഇതിലുള്ള അന്വേഷണവും അതിലുള്ള മാധ്യമങ്ങളുടെ ഇടപെടലുകളും വാർത്തകളും തലക്കെട്ടുകളും, രാഹുലിനെതിരെയുള്ള ആരോപണത്തിലുള്ള മാധ്യമങ്ങളുടെ ഇടപെടലുകളും വാർത്തകളും തലക്കെട്ടുകളും നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. രാഹുലിനെതിരെ തലക്കെട്ടുകൾ എഴുതി വിട്ടവര്, രാഹുലിനെതിരെ 4 മാസമായിട്ട് അന്വേഷണം കൊണ്ടിരിക്കുന്നവര്, അന്വേഷണ ഉദ്യോഗസ്ഥര്, ഇവർക്കൊന്നും ഇന്നീ നിമിഷം വരെ
ഈ പറയുന്ന പരാതിയിലോ ഈ പറയുന്ന ആരോപണത്തിലോ ഒരു 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 അസംഷനിലേക്ക് അല്ലെങ്കിൽ ഒരു 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 എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ടി പി കുഞ്ഞുമുഹമ്മദിനെതിരെ മാധ്യമ ചർച്ച എന്തായിരുന്നു? ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളെ പോലീസിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഘട്ടമല്ലാതെ പോലീസിന് മുന്നിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഉണ്ടായതുമില്ല. പക്ഷെ രാഹുലിനെതിരെ ചർച്ചകൾക്കൊന്നും ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. ആക്രമണം, ഈ മാധ്യമ വിചാരണക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വരെ നിയമ നടപടിയൊന്നും രാഹുലിന് നേരിടേണ്ടിയും വന്നിട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളുടെ നാവിന്റെ മൂർച്ചയായിരുന്നു അയാൾക്കെതിരെ ഇത്രയും വലിയ ഒരു മാധ്യമ വിചാരണയും ഒരു രാഷ്ട്രീയ ആക്രമണവും നടക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അയാളുടെ നാവിന്റെ മൂർച്ചയായിരുന്നു, അയാളുടെ കഴിവ് തന്നെയായിരുന്നു. കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി പറയാനുണ്ടായ അയാളുടെ കഴിവ്. എതിർപക്ഷത്തിരുന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വിഷയത്തിന് പുറത്തു പോയിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓൺ ദ സ്പോട്ട് ഖണ്ഡിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമായിരുന്നു, പ്രാപ്തിയുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് അയാളെ എങ്ങനെയെങ്കിലും വെട്ടി വീഴ്ത്തണമെന്ന് വളരെ സംഘം ചേർന്ന് വട്ടം കൂടി കൂട്ടം കൂടി പലരും തീരുമാനിച്ച് ഉറപ്പിച്ചതിനുള്ള കാരണവും അത് തന്നെയായിരുന്നു. നമ്മുടെ പഴയ ആ സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, ശങ്കരാടി പറയുന്ന, കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്, അവരെ നമ്മൾ പെണ്ണ് കേസിൽ കുടുക്കും. അത് തന്നെയാണ് രാഹുലിന്റെ കാര്യത്തിലും സംഭവിച്ചത്. ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ കോൺഗ്രസിന്റെ പ്രതിനിധികൾ, അത് അബീൻ വർക്കി, രാജു പി നായർ, ഈ പറയുന്ന നിതേഷും വസന്തും ഒക്കെ അടങ്ങുന്ന ഒരുപാട് ആളുകൾ, പിന്നെ അനൂപിനെ പോലെയുള്ള ആളുകൾ, ഇപ്പൊ ഇവരൊന്നും കാര്യപ്രാപ്തി ഇല്ലാത്ത ആളുകളോ അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ ആളുകളോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവരെയൊക്കെ മുകളിൽ നിൽക്കുവാനുള്ള പ്രാപ്തി രാഹുൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ രാഹുലിനെയാണ് ഇത്തരത്തിൽ ശങ്കരാടി പറഞ്ഞതനുസരിച്ച് പെണ്ണു കേസിൽ കുട്ടിക്ക് വെട്ടി വീഴ്ത്തിയത് എന്നുള്ളതാണ്. അപ്പോ ഇന്നലത്തെ ഈ ചർച്ചകളിലൊക്കെ നമ്മൾ വളരെ കൃത്യമായ അബിൻ വർക്കിയുടെ മറുപടികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു എന്താ പറയേണ്ടത്, ഒരു വലിയ ഒരു ആയുധമാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം നമുക്ക് പറയാതെ നിർവാഹമില്ല. അത് തന്നെയായിരുന്നു എതിരാളികളുടെ ആഗ്രഹവും. ചാനൽ ചർച്ചകൾക്ക് അപ്പുറത്ത് രാഹുലിനെ നിയമപരമായി നേരിടാൻ ഇന്നീ നിമിഷം വരെ പോലീസിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു രാഹുലിന്റെ ഒരു വലിയ കംബാക്ക്, ആ കംബാക്കിനുള്ള സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങുന്നുമുണ്ട്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ ഈ കാര്യത്തിൽ, ഈ പരാതിയിൽ, ഈ കേസിൽ, ഈ ആരോപണങ്ങളിൽ ഒക്കെ കോടതി എന്ത് പറയുന്നു എന്നുള്ളത് വലിയ ഒരു 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 ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഒരു പക്ഷേ കോടതി പറയുകയാണ് കുറ്റക്കാരനല്ല രാഹുൽ എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ആ പുലിക്കുട്ടിയുടെ കംബാക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കൊന്നും ഒരു തർക്കവും വേണ്ട. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സംഹാര താണ്ഡവമായിരിക്കും. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് മറുപടിയുമായിട്ട് രാഹുലിന്റെ താരോദയത്തെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്, അല്ലേ? അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. കാരണം അങ്ങനെ അങ്ങ് അസ്തമിച്ചു പോകേണ്ട ഒരു വ്യക്തിയല്ല രാഹുൽ എന്നുള്ളതാണ്. ഈ കേസിന്റെ ഇപ്പോഴത്തെ പോക്കും ഇപ്പോഴത്തെ സ്റ്റാറ്റസും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ കേസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അധികം വൈകാതെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു അന്വേഷണ പൂർത്തീകരണം ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അധികം നീണ്ടുപോകാതെ, അങ്ങനെ ഒരുപാട് നീണ്ടുപോയിട്ട് രാഹുലിന്റെ കംബാക്കിന് വലിയ താമസം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത്രയും പെട്ടെന്ന് ഈ കേസ് തീരണം. ഇതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അപ്പോഴാണ് രാഹുലിന്റെ കംബാക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റാറ്റസും ഇതിന്റെ ഈ കേസ് അന്വേഷണത്തിന്റെ ഒരു പോക്കും ഇതിന്റെ സഞ്ചാരവും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് ഒരു കംബാക്ക് അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ നമുക്ക് ആണയിട്ട് പറയാൻ കഴിയും.
കാരണം 4 മാസത്തിലേറെയായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വലിയ അന്വേഷണം ഓടി നടന്ന് പല സംഘങ്ങളായി തരം തിരിച്ചുകൊണ്ട് പലയിടങ്ങളിൽ ചെന്നുകൊണ്ട് അന്വേഷിച്ചിട്ടും ഇന്നീ നിമിഷം വരെ രാഹുലിനെ വിളിച്ചു വരുത്തി രാഹുലെ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാൻ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കേസ് അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവർക്കിപ്പോ ഒരു താല്പര്യമുള്ളത്, ആകെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുള്ളത് ഇപ്പൊ കോടതി നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യം എങ്ങനെയെങ്കിലും ഒന്ന് റദ്ദ് ചെയ്ത് രാഹുലിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നീട് അന്വേഷിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല, രാഹുലിനെ ഒന്ന് 2 ദിവസം ഉള്ളിൽ കിടന്ന് കാണണമെന്ന് പലരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഈ അന്വേഷണം അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിയുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കരുതുന്നില്ല. അതാണ് അവരുടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പുലിക്കുട്ടി അത് തിരിച്ചെത്തുമെന്നുള്ളത് തന്നെയാണ് ഒരു വലിയ സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ പി ടി കുഞ്ഞു മുഹമ്മദിന് മുൻകൂർ ജാമ്യം ഉണ്ടായിട്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടേക്കാൻ അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക്, നടപടിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ 4 മാസക്കാലത്തോളം അന്വേഷിച്ചിട്ടും സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ട് 4 മാസക്കാലമായി. അതിനുശേഷം പരാതികൾ വന്നിട്ടുണ്ട്. എന്നിട്ടും ഇനി നിമിഷം വരെ രാഹുലിലേക്ക് എത്താൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാലും അവിടെയും മുൻകൂർ ജാമ്യം ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്താം, ചോദ്യം ചെയ്യാം, അറസ്റ്റ് വേണമെങ്കിൽ രേഖപ്പെടുത്താം, അറസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വിട്ടയക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട്. അതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യലിനോ അറസ്റ്റ് ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. അപ്പോ അങ്ങനെയൊക്കെ ആയിട്ടും എന്തേ രാഹുലിനെ വിളിച്ചു വരുത്താൻ ഇവർ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു കംബാക്കിനുള്ള സൂചനകളാണ്. ഈ കേസ്, ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കൽ, കോടതിയിലെത്തല് ഒക്കെ പെട്ടെന്ന് നടക്കണമെന്ന് മാത്രമേ എനിക്കൊരു ആഗ്രഹമുള്ളൂ. കാരണം ആ കംബാക്ക് അങ്ങനെ വൈകിക്കൂടാ, അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കേണ്ടതുണ്ട്.